ഇപ്പോൾ മെൻസ്ട്രൽ കംപ്ലയിൻസ് സർവ്വസാധാരണമാണ്. 7 കാരണങ്ങളാണ് പ്രധാനമായും ഇതിനുള്ളത്. ആദ്യമായിട്ടുള്ളത് കഫീനേറ്റഡ് ഡ്രിങ്ക്സ് ആണ്. അതായത് ചായ, കാപ്പി, ചോക്ലേറ്റ്സ്, കോള ഇതുപോലെയുള്ള ഗ്രീൻ ടീ ഇതുപോലെയുള്ള ഡ്രിങ്ക്സ് എല്ലാം തന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിപ്പിംഗ് ഫുഡ്, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക. മിക്ക അമ്മമാരും സ്കൂളിൽ പോകുന്ന കുട്ടികളുമെല്ലാം രാവിലത്തെ പ്രാതൽ ഒഴിവാക്കിയാണ് രാവിലത്തെ ഓട്ടം സ്കൂളിലേക്കായാലും കോളേജിലേക്കായാലും ഓഫീസിലേക്കായാലും പ്രധാനമായി വേണ്ട പോഷകങ്ങളൊന്നും തന്നെ ഫുഡിൽ നിന്ന് ലഭിക്കുന്നില്ല. വണ്ണമുള്ള സ്ത്രീകളാണെങ്കിലും അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞ കുട്ടികളാണെങ്കിലും പെട്ടെന്ന് വെയിറ്റ് കൂടാനോ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഡെഫിഷ്യൻസീസ്, അതായത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി, അയൺ, കാൽഷ്യം, മഗ്നീഷ്യം ഇതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസീസ് എല്ലാം പീരീഡ്സിൽ ഇറഗുലാരിറ്റിയും അതുപോലെ തന്നെ പീരീഡ് ബ്ലഡിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാക്കുകയും പീരീഡ് പെയിൻ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് ഹെൽത്ത് കണ്ടീഷൻസ് തന്നെയാണ്. അതായത് PCOD, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ്സ്, അഡിനോമയോസിസ്, വജൈനൽ ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മെൻസ്ട്രൽ ബ്ലീഡിങ് കൂടുതലോ കുറവോ അതുപോലെ തന്നെ പെയിനോ ഒക്കെ കൊണ്ടുവരാം. ആറാമത്തെ കാരണം എന്ന് പറയുന്നത് പുവർ സ്ലീപ്പാണ്. അതായത് ഉറക്കത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നഷ്ടപ്പെടുന്നത്. നേരത്തെ കിടന്നുറങ്ങാത്തതും അതുപോലെ രാവിലെ ഒരുപാട് നേരം കിടന്നുറങ്ങുന്നതും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുകയും തന്മൂലം മെൻസ്ട്രൽ കംപ്ലയിൻസിന് ഒരു കാരണമാവുകയും ചെയ്യാറുണ്ട്. ഏഴാമത്തേതും പ്രധാനപ്പെട്ടതുമായ ഒരു കാരണം എന്ന് പറയുന്നത് ഓവർ യൂസേജ് ഓഫ് മെഡിക്കേഷൻസ് ആണ്, അതുപോലെ ഡ്രഗ്സും. നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന പെയിൻ കില്ലേഴ്സും ആന്റിബയോട്ടിക്സും ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും നമുക്ക് തോന്നുമ്പോഴെല്ലാം വാങ്ങി കഴിക്കുന്നതുമെല്ലാം ഈ പറഞ്ഞ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നതിന് കാരണമാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഡ്രഗ്സും ആൽക്കഹോളും സ്മോക്കിങ്ങിൻ്റെയും ഉപയോഗവും.